കുറെ കാസ്റ്റിസം കാണിക്കുന്നുണ്ടാവാം, കുറെ റേസിസ്റ്റ് കോണ്ടന്റ് ഇടുന്നുണ്ടാവാം. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എങ്ങനെയൊക്കെയോ ഒരു വലിയ ഫാൻ ബേസ് അവിടെ ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ ബിഗ് ബോസിന്റെ മുൻ സീസണിൽ കണ്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അടിച്ചമർത്തി സംസാരിക്കാൻ ശ്രമിച്ച മനുഷ്യന്മാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടി ഡിഫറെന്റ് ആണെങ്കിൽ, വ്യത്യസ്തനാണെങ്കിൽ വ്യത്യസ്തമാണെങ്കിൽ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ബി ദെയർ ഫോർ ദം. നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്കൊരു തോന്നലുണ്ടാവും, അങ്ങനെയാണെങ്കിൽ സമൂഹത്തിന് എന്തുകൊണ്ട് പറ്റിക്കൂടാ. പല കാര്യങ്ങളും നമുക്ക് തെറ്റായ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷമാണ് നമ്മളത് പഠിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും സ്കൂളിങ്ങിന്റെ ഏറ്റവും ഏർലി തന്നെ സെക്സ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സോ ഇമ്പോർട്ടൻറ്റ്. സ്വന്തം ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ട അസിസ്റ്റൻസ് പ്രോപ്പറായിട്ട് കൊടുക്കുക. സെക്സ് എഡ്യൂക്കേഷന്റെ അഭാവം മൂലം എന്തുമാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ ഐ ഹാവ് എ വോയിസ്, സോ അത് പ്രോപ്പർലി യൂസ് ചെയ്യേണ്ടത് എൻ്റെ ഒരു കടമയാണ്.